ഹലോ, ഒരു ഫുൾ ചിക്കൻ എടുത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ അതുപോലെ കുറച്ച് ചെറിയൊരു ഇഞ്ചി കഷ്ണം, മല്ലിയിലും പുതിനയിലും കുറച്ച് വേണം കേട്ടോ, ഒരു പിടി വേണം. അതുപോലെ ഗരം മസാല കുറച്ച് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, അതുപോലെ തന്തൂരി മസാല ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു ടേസ്റ്റ് അല്ലേ, നല്ലൊരു ഫ്ലേവർ കിട്ടും. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരി, കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചെടുത്ത് നല്ലോണം 2 പച്ചമുളക് കേട്ടോ. നമുക്ക് എരിവ് എത്രയാണ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ, നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിനകത്ത് ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഹാഫ് കുക്കായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് അതുപോലെ ഒരു തക്കാളിൻ്റെ പീസും ക്യാപ്സിക്കും ഓണിയനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും തുന്നിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇത് വെച്ചിട്ട് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് കുറച്ച് എണ്ണയുടെ ഉപയോഗിക്കുന്നത്, നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അത് ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ വേവിച്ചെടുക്കരുത്. ഒരു അരമണിക്കൂർ എന്തായാലും നമ്മൾ കുക്ക് ചെയ്യണം, എന്നാലേ ചിക്കൻ അത് വെന്ത് വരുള്ളൂ. എന്നിട്ട് എല്ലാ മസാലയും ആദ്യം ഇങ്ങനെ മസാല തേച്ച് എല്ലാം അതിനകത്ത് വെച്ച് കൊടുത്തിട്ട് ബാക്കി മസാല മുഴുവനും പുരട്ടി കൊടുത്തിട്ടോ. അതൊരു മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1 അവർ വെക്കണം കേട്ടോ നമ്മൾ, എന്നാലേ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് കഴിക്കാൻ നല്ലൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇച്ചിരി എരിവ് വേണമെന്നല്ലേ. പക്ഷേ കുട്ടികൾക്കൊക്കെ ഒന്നും പറ്റില്ല കേട്ടോ, കുട്ടികൾക്കൊക്കെ ഭയങ്കര എരിവ് കൂടിക്കഴിഞ്ഞാൽ അവർ കഴിക്കില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം എരിവ് വേണേനും, എരിവില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. എന്തായാലും ഇങ്ങനെ 1 മണിക്കൂർ മാറ്റി വയ്ക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒലിവ് ഓയിലിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് എണ്ണയും ഉപയോഗിക്കാം കേട്ടോ, വെളിച്ചെണ്ണയോ ഓയിലോ, അതുപോലെ ഒലിവ് ഓയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അത് ഇട്ട് കൊടുക്കുക. ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മറുവശം തിരിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ഗീ റൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ ഗീ റൈസിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഞാനൊരു 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ടാവും, പക്ഷെ എന്നാലും അറിയാത്തവർക്ക് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്തായാലും നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. ഒരു കറക്റ്റ് അരമണിക്കൂർ കേട്ടോ. അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് വെക്കേണ്ടത് കേട്ടോ. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാതെ കിട്ടും. പിന്നെ വേറെ വല്ല സ്റ്റീലൊക്കെ ആകുമ്പോൾ എനിക്കറിയില്ല, ഞാൻ നോൺ സ്റ്റിക്കിൻ്റെയിലായിട്ട് ഉണ്ടാക്കാറ്. നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് വേവില്ല എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. എന്തായാലും അരമണിക്കൂർ വേവിച്ചാൽ നമുക്ക് അത് കിട്ടും. ഇതിൻ്റെ കൂടെ നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ അതുപോലെ നെയ്ച്ചോറോ എന്തായാലും നമുക്ക് കഴിക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്